വിമല ഹൃദയ പ്രതിഷ്ഠ ഒരുക്ക ധ്യാനം 10-ാം ദിവസം. പരിശുദ്ധ കന്യകാമറിയം നൽകുന്ന സന്ദേശം. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നീ ഇത് മനസ്സിൽ കോറിയിടുക. എൻ്റെ വിമല ഹൃദയ ഭക്തി ആന്തരികമാണ്. നിന്റെ ഹൃദയത്തിൽ നിന്നും അത് പുറപ്പെടണം. നിന്റെ ആത്മാവിൽ അത് വളർത്തപ്പെടണം. എന്നോടുള്ള സമർപ്പണം സമ്പൂർണ്ണമാകുമ്പോൾ നിന്റെ അമ്മയായ എന്നിൽ നിനക്ക് ശിശു സഹജമായ വിശ്വാസമുണ്ടാകും. എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി നിന്റെ ആത്മാവിന് എൻ്റെ വിമല ഹൃദയത്തിലേക്ക് അണയാം. വിശ്വാസത്തോടെ, സ്നേഹത്തോടെ, ലാളിത്യത്തോടെ. എല്ലാ സമയത്തും എല്ലാ കാലത്തും എല്ലാറ്റിനും ഉപരിയായും നീ എന്നിലേക്ക് തിരിയും. നിന്റെ സംശയങ്ങളിൽ പ്രകാശം ലഭിക്കാൻ, വഴിതെറ്റി അലയുമ്പോൾ നേർവഴിയിലേക്ക് കൊണ്ടുവരാൻ, നിന്റെ പരീക്ഷകളിൽ സഹായത്തിനായി, നിരാശകളിൽ പ്രതീക്ഷയായി, കുരിശ് വഹിച്ചു ദുഃഖിച്ചു കഷ്ടപ്പെടുമ്പോൾ നിന്നെ ഞാൻ ആലിംഗനം ചെയ്ത് ധൈര്യപ്പെടുത്താനും മുമ്പോട്ട് നയിക്കാനും. ഇവയെല്ലാം നിനക്ക് നൽകപ്പെടുന്നത് എൻ്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിക്കുന്ന നിന്നോടുള്ള അപാര സ്നേഹത്താലാണ്. പ്രിയമുള്ളവരെ, സ്വർഗത്തിൽ നിന്നുള്ള കൃപകൾ ശേഖരിച്ചു വയ്ക്കുവിൻ. പരിശുദ്ധാത്മാവ് ആവസിക്കുവാനായി നിന്റെ ഹൃദയവാതിൽ തുറന്നിടുക. കൈകൾ വിരിച്ച് തുറന്ന നെഞ്ചകം കാട്ടിക്കൊടുക്കുക. പരിശുദ്ധാത്മാവ് നിന്നെ പുണരട്ടെ. വഴികാട്ടി. ഈശോയുടെയും മാതാവിൻ്റെയും ഹൃദയങ്ങൾ ഒന്നു ചേർന്ന് ഭരണം നടത്തുമ്പോൾ രക്ഷ സംഭവിക്കുന്നു. ഈ രക്ഷയാണ് അവരുടെ ഐക്യത്തിൻ്റെ ലക്ഷ്യം. പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ വരുന്നത് ഹൃദയങ്ങളെ ഒന്നാക്കി തീർക്കുവാനാണ്. അങ്ങനെ മാതാവിൻ്റെയും ഈശോയുടെയും ഹൃദയങ്ങൾ പരിശുദ്ധാത്മാവിനാൽ ഒന്നാക്കപ്പെടുന്നു. രക്ഷകനും അമ്മയും ഒരു ഹൃദയം പങ്കുവയ്ക്കുന്നു. രക്ഷ സംഭവിക്കുന്നു. പരിശുദ്ധാത്മാവിനോട് ഈശോയെ സ്വീകരിക്കുവാൻ സമർപ്പണം സഹായിക്കുന്നു. തത്സമയം ഈശോയുടെ രക്ഷണീയ ശക്തി പ്രവർത്തിക്കുന്നു. ഈ പ്രവർത്തനമാണ് ആത്മാവിന് കൃപയുടെ ഫലങ്ങൾ നൽകുന്നത്. 3 ഹൃദയങ്ങളെയാണ് പരിശുദ്ധാത്മാവ് ഏകീഭവിപ്പിക്കുന്നത്. പ്രവൃത്തിപഥം. ഹൃദയത്തിൻ്റെ ഏകാന്തത എന്നാൽ ആത്മാവിൻ്റെ ഏകാന്തതയാണ്. ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുന്ന ആത്മാവിൻ്റെ അവസ്ഥ മനസ്സിലാക്കുക. അത് ദൈവത്തെപ്പറ്റി മാത്രം ചിന്തിക്കുന്നു, ദൈവത്തെ മാത്രം സ്നേഹിക്കുന്നു, ദൈവത്തെ നിക്ഷേപമായും സമ്പത്തായും കാണുന്നു. എവിടെയാണോ നിക്ഷേപം അവിടെയാണ് ഹൃദയം. അങ്ങനെ ആത്മാവിൽ ഈ ലോകമോ അതിൻ്റെ മോഹങ്ങളോ ഇല്ലാതെ പോകുന്നു. ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും ലോകത്തെ ആത്മാവ് ഹൃദയത്തിലേറ്റുന്നില്ല. അവിടെ ദൈവം മാത്രം. ഇതാണ് ആത്മാവിൻ്റെ ഏകാന്തത. പ്രാർത്ഥന. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയമേ, എവിടെയും എല്ലാറ്റിനും ഉപരിയായും ദൈവത്തെ അന്വേഷിക്കുവാൻ എൻ്റെ ഹൃദയത്തെ നയിക്കണമേ. ദൈവത്തിൽ ഞാൻ ഏകാന്തത അനുഭവിക്കട്ടെ. എൻ്റെ സമർപ്പണത്തിലൂടെ ദൈവത്തിൽ ഞാൻ ഏകാന്തതയും സമാധാനവും കണ്ടെത്തട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി എൻ്റെ എല്ലാ ലൗകിക മോഹങ്ങളും ചാമ്പലാക്കട്ടെ. അമ്മേ, എൻ്റെ സങ്കേതമേ, ഏകാന്തതയുടെ കൃപ എനിക്ക് വാങ്ങിത്തരണമേ. വചനം. എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ പ്രവേശിച്ച് കതകടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. മത്തായി 6-ാം അധ്യായം 6-ാം തിരുവചനം.